ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങേണ്ടത് എന്നുള്ള സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് അറിയുമെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ സ്കിപ്പ് ദിസ് വീഡിയോ. ഹവർ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ബിഗിനർ ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? എങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ സാധിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട്. ഇന്ന് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രോക്കർ സഹായം കൂടിയേ സ്റ്റോക്സ് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഒരു ബ്രോക്കർ അക്കൗണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണം. അതാണ് ഡിമാറ്റ് പ്ലസ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയും. അപ്പം ഈ ഡിമാറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രോക്കറുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഗ്രോ എന്ന് പറയുന്നത് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ആനുവൽ മെയിൻ്റനൻസ് ചാർജസ് ഒക്കെ 0 ആണ്. അതുപോലെ തന്നെ ബ്രോക്കറേജ് ഫീസ് ഒക്കെ വളരെ കുറവാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രോയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ബ്രോക്കറുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സോ ദാറ്റ്സ് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട്. ഇനി വാട്ട് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്? സെറ്റ് അസൈഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റ്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്? സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങുന്നു അല്ലേ? എങ്ങനെ വാങ്ങും? പൈസ വേണ്ടേ? പൈസയിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത്, എസ്പെഷ്യലി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ? അപ്പം നമ്മൾക്കൊരു പണം വേണം, നമ്മൾക്കൊരു ബഡ്ജറ്റ് വേണം. അപ്പം നമ്മുടെ വരുമാനത്തിൽ നിന്ന് എത്രമാത്രം പണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടാക്കുക. ഐഡിയലി ഒരു 10 to 20% നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഒരു ഐഡിയൽ ഇൻവെസ്റ്റർ ഡെഫിനറ്റ്ലി ഒരു മിനിമം 20% എങ്കിലും മാറ്റി വെക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കുകയാണ്, ഇപ്പം നിങ്ങളുടെ ശമ്പളം എത്ര ആയിക്കോട്ടെ, നിങ്ങളുടെ വരുമാനം എത്ര ആയിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഒരു 10,000 രൂപയാണ് നിങ്ങളുടെ വരുമാനം എന്ന് വിചാരിക്കുക. അതിൻ്റെ 20% 2,000 രൂപ, അല്ലെങ്കിൽ അതിൻ്റെ 10% 1,000 രൂപ. ഈ 1,000 രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ മണ്ടന്മാരാക്കുകയാണ്. കാരണം നമ്മൾക്കിപ്പോൾ നാളെ 9,000 ആണ് വരുമാനമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ജീവിക്കും. 8,000 നമ്മളുടെ വരുമാനമെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കും. നമ്മൾ മനുഷ്യർ എല്ലാത്തിനോടും അഡാപ്റ്റ് ചെയ്യും. അപ്പം നമ്മളുടെ വരവിനനുസരിച്ചാണ് നമ്മളുടെ ചിലവുകൾ വരിക. അപ്പം നമ്മൾ തീരുമാനിക്കണം എത്രമാത്രം എനിക്ക് സേവ് ചെയ്യാൻ പറ്റും, എത്രമാത്രം ഞാൻ മാറ്റി വെക്കണം. നമ്മൾ കേൾക്കാറില്ലേ പല ഇൻവെസ്റ്റ്മെൻറ്റ് ബുക്സിലും, പേഴ്സണൽ ഫിനാൻസ് ബുക്സ് അല്ലെങ്കിൽ പേഴ്സണൽ ഫിനാൻസ് വീഡിയോസിലൊക്കെ പറയാറില്ലേ, ഇൻകം മൈനസ് എക്സ്പെൻസസ് ഈക്വൽ ടു സേവിങ്സ് എന്ന ഫോർമുല മാറ്റി ഇൻകം മൈനസ് സേവിങ്സ് ഈക്വൽ ടു എക്സ്പെൻസസ്, ആ ഒരു ഫോർമുലയിലേക്ക് നമ്മൾ എത്തണം. അപ്പം നമ്മൾക്ക് വരുമാനം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസസ് കുറക്കുക, നമ്മുടെ ചിലവുകൾ കുറച്ച് കുറക്കുക, വേണ്ടാത്ത ചിലവുകൾ കുറച്ചിട്ട് മാറ്റി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ പൈസ എത്ര ആയിക്കോട്ടെ, 100, 500, 1000 എത്ര ആയിക്കോട്ടെ, നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു എമൗണ്ട് എല്ലാ മാസവും ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇനി ഈ പണം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തോന്നിയ പോലെ ഇൻവെസ്റ്റ് ചെയ്തത്. നമ്മൾക്ക് എപ്പോഴും ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ടായിരിക്കണം, നമ്മൾക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഫിനാൻഷ്യൽ ഗോൾസ് ഉണ്ടാക്കുക. അതിനുശേഷം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. അതായത് എത്രമാത്രം നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രമാത്രം നിങ്ങൾ ഇപ്പം സേഫ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻറ്റ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്രമാത്രം വേറെ നിങ്ങൾ കമോഡിറ്റീസിൽ ഇപ്പോൾ ഗോൾഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എത്രമാത്രം അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ നമ്മളുടെ ആ പൈസ, നമ്മൾ നീക്കി വെച്ച പൈസ ഏതൊക്കെ അസറ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. അതായത് പല അസറ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ നമ്മുടെ പണം നിക്ഷേപിക്കുക. അപ്പോൾ ഈ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങളുടെ വയസ്സനുസരിച്ച്, നിങ്ങളുടെ റിസ്ക് അനുസരിച്ച്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറൈസൺ, അതായത് എത്ര നാളത്തേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനൊക്കെ അനുസരിച്ച് മാറും. അപ്പോൾ ഒരുപാട് നാളത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റിസ്ക് കൂടിയ ഇക്വിറ്റീസിൽ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് കാലത്തേക്ക്, അതായത് ഷോർട്ട് ടേമിലേക്കാണെങ്കിൽ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സ് ഒരുപാടുണ്ട്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. ഓൾറൈറ്റ്, അപ്പോൾ സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? ഡിഫറെൻറ്റ് വേസ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ജനറലി 3 രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്പർ 1, ഇൻഡിവിജ്വൽ സ്റ്റോക്സ്, ഡു ഇറ്റ് യുവർ സെൽഫ് രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് DIY മോഡലിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾ തന്നെ സ്റ്റോക്സ് പിക്ക് ചെയ്യുന്നു, നിങ്ങൾ തന്നെ സ്റ്റോക്സ് അനലൈസ് ചെയ്യുന്നു, ഇൻഡിവിജ്വൽ സ്റ്റോക്സ് അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. പക്ഷേ നമുക്കറിയാം ഇതിനൊരുപാട് സമയം വേണം, അറിവ് വേണം. അപ്പം ഇതൊന്നും നമ്മൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻഡിവിജ്വലി ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അറിവ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ, സമയമില്ല എന്നുണ്ടെങ്കിൽ, എളുപ്പ വഴി എന്താണ്? ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതായത് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിന് പണം കൊടുക്കുന്നു, മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ട് മാനേജർ നമ്മളുടെ പണം എടുത്തിട്ട്
സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനി മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതായത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബേസിക് നോളജ് ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കണം. ഏതൊക്കെ ഫണ്ട് സെലക്ട് ചെയ്യണം അതിനെപ്പറ്റി ഒരു ബേസിക് നോളജ് ഡെഫിനറ്റ്ലി ഉണ്ടാവണം. അപ്പോൾ ആ നോളജും ഇല്ല, അതിനും മെനക്കെടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു പാർട്ട് ആവാനുള്ളൊരു സംഭവമാണ് ഇൻഡെക്സ് ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓർ ETF ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമുക്കറിയാം ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും എക്സ്പെൻസ് റേഷ്യോ കുറവാണ് ഇത്തരം ഇൻഡെക്സ് ഫണ്ട്സിനും ETFസിനും ഒക്കെ. അപ്പോൾ വളരെ വില കുറഞ്ഞ രീതിയിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന്റെ പാർട്ട് ആവണമെന്നുണ്ടെങ്കിൽ ഇത്തരം ഫണ്ട്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 3 രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് എന്താണ്? സ്റ്റെപ്പ് 4, ഹൗ DIY ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ്. അതായത് പലരും ആഗ്രഹിക്കുന്നത് സ്വന്തമായിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കൂടുതൽ പേരും, അല്ലെ? ബിഗിനേഴ്സ് ആണെങ്കിലും അവർക്ക് സ്വന്തമായിട്ട് സ്റ്റോക്ക് സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അത്തരം DIY ഇൻവെസ്റ്റേഴ്സ്, ഡു ഇറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റേഴ്സ്, അവരെന്താണ് ശ്രദ്ധിക്കേണ്ടത്? എപ്പോഴും ബിഗിനേഴ്സ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലും ലാർജ് ക്യാപ്പ് അതുപോലെ തന്നെ മിഡ് ക്യാപ്പ് സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം. സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് വേണ്ട എന്നല്ല, സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് നമ്മൾക്കറിയാം സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിന് ഒരുപാട് മൾട്ടി ബാഗ് റിട്ടേൺസ് തരാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പക്ഷേ ഒരുപാട് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിൽ വരുന്നത് അത്ര നല്ലതല്ല, എസ്പെഷ്യലി ഇഫ് യു ആർ എ ബിഗിനർ. അപ്പോൾ കൂടുതലും ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ഗ്രോത്ത് തരുന്ന ലാർജ് ക്യാപ്പിലും അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. വളരെ സൂക്ഷിച്ച് സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിലും അതിൻ്റെ മൂല്യം മനസ്സിലാക്കി, ആ സ്റ്റോക്കിൻ്റെ വിലയല്ല മൂല്യം മനസ്സിലാക്കിയതിനു ശേഷം, അതായത് ആ ബിസിനസ്, അതിൻ്റെ അണ്ടർലൈൻ ബിസിനസ്സിന് മൂല്യമുണ്ടോ എന്നത് മനസ്സിലാക്കി മാത്രം സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം പല ബിഗിനേഴ്സും ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് എസ്പെഷ്യലി പെന്നി സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വില കുറവ് കണ്ടിട്ടാണ്. പക്ഷെ വിലക്കുറവിനേക്കാളും നമ്മൾ നോക്കേണ്ടത് ആ കമ്പനിക്ക് ആ മൂല്യമുണ്ടോ, അതായത് നിങ്ങൾ കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യമുണ്ടോ, അതായത് ഭാവിയിൽ ആ കമ്പനി നിങ്ങൾക്ക് തിരിച്ചു നല്ല റിട്ടേൺസ് തരാനുള്ള കപ്പാസിറ്റി ആ കമ്പനിക്ക് ഉണ്ടോ എന്നത് നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ. പിന്നെ നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ, ഏത് സ്റ്റോക്സിലാണെങ്കിലും അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക, ഫണ്ടമെന്റൽ അനാലിസിസ് മനസ്സിലാക്കുക. നമുക്കറിയാം ഇന്ന് നമ്പർ ഓഫ് മെറ്റീരിയൽസ് യൂട്യൂബിലും ഗൂഗിളിലും ഒക്കെ ഉണ്ട്. അതൊക്കെ നോക്കി നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നതിനെപ്പറ്റി നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾക്ക് ആ കമ്പനീനെ പറ്റിയിട്ട് ആ ബിസിനസ്സിനെ പറ്റിയിട്ടും കുറച്ച് എക്കണോമിക്സും ഒക്കെ അറിയണം, അല്ലേ? നമ്മൾ കുറച്ച് പേപ്പർ വായിക്കണം, കുറച്ച് അറിവുണ്ടാക്കണം, കുറച്ച് ജനറൽ നോളജ് വേണം. എല്ലാത്തിലുപരി നമ്മൾക്കൊരു സ്റ്റോക്ക് പിക്കേഴ്സ് ഐ ഉണ്ടാവണം. അതായത് നമുക്ക് ചുറ്റും നോക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോക്ക് പിക്കർ ഐ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോക്സ് സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഡോക്ടർക്ക് അറിയാം ഈ ഏത് ഡ്രഗ് കമ്പനീൻ്റെ ഡ്രഗാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്, വിറ്റഴിയുന്നത് ഒരു ഡോക്ടർക്ക് അറിയുന്നുണ്ടാവും. പക്ഷെ ആ ഡോക്ടർ ഒരിക്കലും ആ ഡ്രഗ് കമ്പനീൻ്റെ ഷെയർ വാങ്ങുന്നില്ല. ഒരു സൂപ്പർ മാർക്കറ്റ് ഇരിക്കുന്ന ഒരാൾക്ക് അറിയാം ഏത് പ്രോഡക്റ്റ്, ഏത് കമ്പനീൻ്റെ പ്രൊഡക്റ്റാണ് കൂടുതൽ വിറ്റഴിയുന്നത്, ഏതിനാണ് കൂടുതൽ ഡിമാൻഡ്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ആ കമ്പനീൻ്റെ ഷെയർ വാങ്ങുന്നില്ല. നമ്മൾ രാവിലെ എണീച്ച് നമ്മൾ പല്ല് തേക്കുന്ന തൊട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ കൊതുകുതിരി വരെ ഇടുന്ന കൊതുകുതിരി വരെ ഓരോരോ കമ്പനീസിൻ്റെയാണ്. അതുപോലെ നമ്മൾക്ക് ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് കമ്പനീസ് നമുക്ക് ചുറ്റും കാണും. പല പ്രൊഡക്ട്സ് കാണുന്ന സമയത്ത് നമ്മൾ ആ കമ്പനിയെ പറ്റി ചിന്തിച്ചിട്ട് ആ കമ്പനി അനലൈസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഓക്കെ, അപ്പോൾ എപ്പോഴും ആ സ്റ്റോക്ക് പിക്കേഴ്സ് ആയി നമ്മളിൽ ഉണ്ടാവാൻ എപ്പോഴും ആ ഒരു എബിലിറ്റി നമ്മൾ ഉണ്ടാക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? വെൻ ടു സെൽ എ സ്റ്റോക്ക്. ഇത് പലർക്കും ഉള്ളൊരു സംശയമാണ്, എപ്പോഴാണ് ഈ സ്റ്റോക്ക് വാങ്ങിയത് ഞാൻ വിൽക്കേണ്ടത്? എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഗുരൂസ് ഒക്കെ പറയുന്ന പോലെ ലോങ് ടേമിലേക്ക് തന്നെ പ്ലാൻ ചെയ്യുക. ലോങ് ടേമിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ് ടേമിലേക്ക് പ്ലാൻ ചെയ്യുക. ഒരു ക്വിക്ക് മണി സൊല്യൂഷൻ ആയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റ് കാണാണ്ട്, അതായത് പെട്ടെന്ന് ഇട്ട് പൈസ ആക്കാം എന്ന രീതിയിൽ കാണാണ്ട് ഒരു ലോങ് ടേമിലേക്ക് എപ്പോഴും നമ്മൾ കാണാൻ ശ്രമിക്കുക. എസ്പെഷ്യലി ഈ IPOs ഒക്കെ വരുന്ന സമയത്ത് പലരും IPO സബ്സ്ക്രൈബ് ചെയ്യും ലിസ്റ്റിംഗ് ഗെയിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര പൈസയാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നത്? അതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സമയം കൊടുക്കണം, നല്ല സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരുപാട് കാലം ഹോൾഡ് ചെയ്യണം. ആൻഡ് ഈ വെൽത്ത് ക്രിയേഷന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരുപാട് സമ്പത്ത് സ്റ്റോക്ക് മാർക്കറ്റിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു ഫാക്ടർ ഉണ്ടെങ്കിൽ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും. ജസ്റ്റ് നത്തിങ് ബട്ട് ടൈം. സമയം തന്നെയാണ്. സമയം കൊടുക്കുക, സമയം കൊടുത്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, അപ്പോൾ ലോങ് ടേമിലേക്ക് തന്നെ പ്ലാൻ ചെയ്യുക. എന്നിരുന്നാലും ഒരു കമ്പനിയെ പറ്റിയിട്ട് ഒരു റെഡ് ഫ്ലാഗ് കാണുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ആ കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു കമ്പനീൻ്റെ സ്റ്റോക്ക് വളരെയധികം ഓവർ വാല്യൂഡ് ആയിട്ട് തോന്നുന്ന സമയത്ത് നമ്മൾക്ക് അവിടെ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും പൈസ കുറയുന്ന സമയത്ത് റീ എൻട്രി എടുക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു റീസൺ ഇനി ആ കമ്പനിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ആ കമ്പനീൻ്റെ മാനേജ്മെൻറ്റ് മാറി, ഏർണിങ്സ് ഒക്കെ കുറയുന്നു, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും വളരെ മോശം ന്യൂസൊക്കെ കമ്പനീനെ പറ്റി കിട്ടിയാൽ ഡെഫിനറ്റ്ലി അപ്പോഴും നമ്മൾക്ക് എക്സിറ്റ് ചെയ്യാം. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്നത്
റോക്കറ്റ് സയൻസ് അല്ല എന്തായാലും. ഇൻവെസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതൊരു എക്സാക്ട് സയൻസും അല്ല. അതായത് നമ്മൾ എത്ര നമ്പേഴ്സ് നോക്കിയാലും, എത്രമാത്രം കമ്പനീനെ അനലൈസ് ചെയ്താലും, എത്രമാത്രം അതിൻ്റെ പെർഫോമൻസ് നോക്കിയാലും ഫ്യൂച്ചറിൽ ഈ കമ്പനി പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ ഒരു ഊഹം തന്നെയാണ്, അല്ലേ? പക്ഷേ ഈ ഊഹത്തിൻ്റെ ഒരു എന്താണ് പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ എഡ്യൂക്കേറ്റഡ് ഗസ്സാണ് എടുക്കുന്നത്. അതായത് നമ്മൾക്ക് അറിയാം പല കാര്യങ്ങളും, അത് വെച്ചാണ് നമ്മളൊരു ഊഹം എടുക്കുന്നത്. അല്ലാണ്ട് നമ്മളൊരു ബ്ലൈൻഡ് ഗസ്, അതായത് കുറേ കമ്പനീസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ എന്താണ് കറക്കി കുത്തിയിട്ടല്ല ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ പഠിച്ച് മനസ്സിലാക്കി സെലക്ട് ചെയ്തിട്ട് ഒരു എഡ്യൂക്കേറ്റഡ് ഗസ് എടുക്കുന്നു. അത് ശരിയാവാം, ശരിയാവാണ്ടിരിക്കാം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഒരു ഫെയർ വാല്യൂയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ കമ്പനിയെ പറ്റിയിട്ടുള്ള ബാഡ് ന്യൂസും ഗുഡ് ന്യൂസും മോണിറ്റർ ചെയ്യുക. അതായത് മാർക്കറ്റിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ന്യൂസ് വരുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക, എന്നിട്ട് തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, നമ്മൾ റിസ്ക് കുറക്കുക. ഈ ന്യൂസ് വരുന്ന സമയത്ത് അത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണോ അതോ കമ്പനീൻ്റെ തന്നെ പ്രശ്നങ്ങൾ കൊണ്ടാണോ എന്നും കൂടി വിലയിരുത്തണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മാർക്കറ്റായിട്ട് എപ്പോഴും അപ് ടു ഡേറ്റ് ആവണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്സിനൊക്കെ മോണിറ്റർ ചെയ്യണം. റെഡ് ഫ്ലാഗ് കാണുന്ന സമയത്ത് നമുക്ക് കമ്പനിയിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടിന്യൂ ഇൻവെസ്റ്റിംഗ്. ചുരുങ്ങിയ കാലയളവിൽ വലിയ പൈസ ഉണ്ടാക്കുക എന്നുള്ള, അത് കിട്ടിയാൽ നല്ലത്. ചുരുങ്ങിയ കാലയളവിൽ വലിയ മൾട്ടിബാഗ് റിട്ടേൺസ് കിട്ടുവാണെങ്കിൽ നല്ലത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ചിന്തിക്കാണ്ട് പേഷ്യൻ്റ് ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. റെഗുലർ ആയിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് നിശ്ചിത തുക മാറ്റി വെച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റ് സക്സസ്ഫുൾ ആവാൻ. കുറച്ച് കമ്പനീസ് മനസ്സിലാക്കുക, സ്ലോ ആൻഡ് സ്റ്റഡി സ്റ്റേറ്റ് റിട്ടേൺ തരുന്ന കമ്പനീസ്, അതായത് ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കുറച്ച് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നമുക്ക് റിട്ടേൺ തരും. പക്ഷേ കുറേ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള വെൽത്ത് നമുക്ക് ഡെഫിനറ്റ്ലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വാരൻ ബഫറ്റ് പറഞ്ഞ പോലെ വി ഡോണ്ട് നീഡ് ടു ഡു എക്സ്ട്രാ ഓർഡിനറി തിങ്സ് ടു ഗെറ്റ് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട്സ്. ബേസിക് ആയിട്ട് ബിസിനസ് മനസ്സിലാക്കുക, അതിനുള്ള അറിവ് ഉണ്ടാക്കിയെടുക്കുക, പിന്നെ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെ എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ എക്കണോമി എങ്ങനെയാണ് മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ കറണ്ട് എക്കണോമി. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പോൾ രൂപേൻ്റെ മൂല്യം ഇടിയുന്ന സമയത്ത് IT കമ്പനീസിനൊക്കെ അത് ഗുണകരമാണ്. അവരുടെ റവന്യൂ കൂടും. കാരണം എന്താ? IT കമ്പനീസ്, സർവീസ് ബേസ്ഡ് IT കമ്പനീസ്, അവർക്ക് ഡോളർ ഇങ്ങോട്ട് കിട്ടുമല്ലേ, അപ്പം ഇവരുടെ റവന്യൂ കൂടും രൂപയുടെ മൂല്യം ഇടിയുന്ന സമയത്ത്. പക്ഷെ നേരെ മറിച്ച് ഓയിൽ കമ്പനീസിനൊക്കെ അതൊരു നഷ്ടമാണ്. എന്തുകൊണ്ടാണ്? ഓയിൽ കമ്പനി അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് ഓയിൽ വാങ്ങുന്നത്, അല്ലേ? അപ്പം അത്തരം കാര്യങ്ങൾ, അതായത് നമ്മൾ ചുറ്റും നോക്കുന്ന സമയത്ത് തന്നെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്താണ്, ഏത് സ്റ്റോക്സ് പിക്ക് ചെയ്യണം, ഏത് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. എപ്പോഴും ഓർക്കേണ്ടത്, സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ റിട്ടേൺസ് കിട്ടൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നല്ല ബിസിനസ്സിൽ ഒരു നല്ലൊരു ഫെയർ വാല്യൂവിൽ ആ ബിസിനസ്സിൻ്റെ സ്റ്റോക്ക് വാങ്ങുമ്പോഴാണ് നമ്മൾക്ക് നല്ലൊരു റിട്ടേൺസ് ഭാവിയിൽ കിട്ടുക. ബട്ട് ദർ ഇസ് എ കണ്ടീഷൻ, ആസ് ലോങ് ആസ് ദാറ്റ് ബിസിനസ് റിമെയിൻസ് ഗ്രേറ്റ്. ഓക്കെ, ആ ബിസിനസ് നന്നായി പോകണം. ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ പൈസ കിട്ടില്ല. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം മോണിറ്റർ ചെയ്ത് നോക്കിയിരിക്കുക. അപ്പം ഇങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാൻ മടിയുള്ള ആൾക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സ് അല്ലെങ്കിൽ ETFs ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പാർട്ടാവാം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഡെഫിനറ്റ്ലി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. കാരണം ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ ഉള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആണ്. വളരെ നല്ലൊരു മാർഗ്ഗമാണ്. നമുക്കറിയാം, ഇപ്പോൾ FDയിലൊന്നും പൈസ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ്? നമ്പർ 1, ഓപ്പൺ എ ഡിമാറ്റ് അക്കൗണ്ട്. ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. 2, സെറ്റ് അസൈഡ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റ്. എല്ലാ മാസവും ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾ മാറ്റി വെക്കുക ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട്. മൂന്നാമത്തത്, നമ്മൾ ഡിഫറെൻറ്റ് വേസ് ടു ഇൻവെസ്റ്റ് ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് പറഞ്ഞു, അല്ലേ? ഏതൊക്കെ രീതിയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അനലൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡെക്സ് അല്ലെങ്കിൽ ETF ഇത് വഴി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി നാലാമത്തത്, ഡു ഇറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റേഴ്സ്. സ്റ്റോക്ക് മാർക്കറ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ മെയിനായിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത് സ്റ്റോക്ക് പിക്കേഴ്സ് ഐ ആണ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്ത്, ചുറ്റും നോക്കുന്ന സമയത്ത് സ്റ്റോക്ക് പിക്കേഴ്സ് ഐനെ കൊണ്ട് നോക്കാൻ ശ്രമിക്കുക. ഇനി അഞ്ചാമത്തത്, വെൻ ടു സെൽ എ സ്റ്റോക്ക്. എപ്പോഴാണ് സ്റ്റോക്സ് വിൽക്കേണ്ടത്. അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഈ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് അതുപോലെ തന്നെ ഇൻഡെക്സ് ETFs ആണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഫണ്ട് മാനേജർ ടേക്ക് കെയർ ചെയ്തോളൂ. സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ആറാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫൈനൽ കാര്യം നമ്മൾ എന്താ പറയുന്നത്, കണ്ടിന്യൂ ഇൻവെസ്റ്റിംഗ്. ഓക്കെ, പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ വരും, പെട്ടെന്ന് പൈസ ആക്കാമെന്ന് വിചാരിച്ച് വരും, പൈസ ആവില്ല, നഷ്ടം സംഭവിക്കും. എന്നിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഫുള്ള് തട്ടിപ്പാന്ന് പറഞ്ഞിട്ട് അവർ നിരാശപ്പെട്ടു പോകും. അങ്ങനെയല്ല വേണ്ടത്. വരിക, പഠിച്ചിട്ട് വരിക, ഇൻവെസ്റ്റ് ചെയ്യുക,
അത് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഇൻവെസ്റ്റ്മെന്റ്, നല്ല കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യുക. നിങ്ങൾ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ ഒരു വെൽത്ത് ക്രിയേഷന് ഈ ഇക്വിറ്റി ഇൻവെസ്റ്റിംഗ് ഡെഫിനറ്റ്ലി സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ടേക്ക് കെയർ, ബൈ. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.